മല്ലു സൂപ്പർ ഹീറോസിൽ ഏറ്റവും ശക്തൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? റാങ്കിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്കതിന് 1, 2, 3 എന്ന നമ്പറിന് പകരം ഓരോരോ സ്റ്റേജുകളായിട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കൺവേർട്ട് ചെയ്യാം. ആദ്യത്തേതാണ് അയൺ സ്റ്റേജ്, അതായത് കൂട്ടത്തിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ലിറ്റിൽ സൂപ്പർമാൻ എന്ന സിനിമയിലൂടെ വില്ലി വിൽസൺ. ഈ ഒരു സിനിമയെ പറ്റി കേട്ടിട്ടുള്ളവരും ഉണ്ടാകാം, കേൾക്കാത്തവരും ഉണ്ടാകാം. ഫസ്റ്റ് സൂപ്പർ ഹീറോ മിന്നൽ മുരളിയാണെന്നുള്ളത് കള്ളമാണ്. അതിനു മുമ്പേ മലയാളത്തിൽ വിനയൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലിറ്റിൽ സൂപ്പർമാൻ. സിനിമയുടെ ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെ ആ ഒരു 3D പടം പൊട്ടേണ്ടി വന്നു. പക്ഷേ നമ്മൾ സിനിമയുടെ ക്വാളിറ്റി നോക്കിയല്ല റാങ്ക് ചെയ്യുന്നത്, പകരം ആ ഒരു സൂപ്പർ ഹീറോയുടെ പവർ വൈസ് ആണ് റാങ്കിങ് ചെയ്യുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത്തും മെൻ്റൽ സ്ട്രെങ്ത്തും പവർ സ്ട്രെങ്ത്തും ആയുധങ്ങളില്ലാതെ എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്ത്തും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ഒരു നമ്മുടെ വീഡിയോയുടെ ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെ അപേക്ഷിച്ച് ഈ ഒരു ലിറ്റിൽ സൂപ്പർമാൻ, അതായത് വില്ലി വിൽസൺ ആണ് ഏറ്റവും വീക്ക്. അടുത്തതാണ് ടൈറ്റാനിയം സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ വരുന്ന ആരാന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, ജയ് ഗണേഷ് എന്ന സിനിമയിലൂടെ ഗണേഷ്. ഇതും ഏകദേശം മിക്സഡ് റെസ്പോൺസോടെ ഫ്ലോപ്പായ ഒരു പടമായിരുന്നു. ഈ ഗണേശന് എങ്ങനെ പവർ കിട്ടിയെന്ന് വെച്ചാൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ അത്യാവശ്യമുണ്ട്, എന്നാൽ പോലും ഫിസിക്കലി പുള്ളിക്കാരൻ്റെ കാലിൻ്റെ ഒരു ഭാഗം പോയിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച ക്യാരക്ടറാണ്. അപ്പോൾ കാലിൻ്റെ ഒരു ഭാഗം പോയിരിക്കുന്നതുകൊണ്ട് എന്നാൽ പോലും ഫിസിക്കൽ സ്ട്രെങ്ത് അത്യാവശ്യമുള്ളതാണ്. പക്ഷേ പുള്ളിക്കാരൻ എഴുതിയ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ കോമിക്കിലൂടെ പുള്ളിക്കാരൻ്റെ മെൻ്റലി പുള്ളിക്കാരൻ തന്നെ പവർ ഉണ്ടാക്കുമായിരുന്നു. അതായത് പുള്ളിക്കാരൻ്റെ പവർ ഉണ്ടെന്നുള്ള സങ്കല്പത്തിലൂടെ ഒരു കുട്ടിയെ രക്ഷിക്കാനുള്ള ഒരു നല്ല മനസ്സ് പുള്ളിക്കാരൻ കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റാങ്കിങ് സൂപ്പർ ഹീറോന് കൊടുത്തത്. വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടിനെ ഇവർ അവസാനമൊക്കെ ആയപ്പോൾ കൊണ്ട് കുളമൊക്കെ വെച്ചെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു ട്വിസ്റ്റോടെ വില്ലനൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അടുത്തത് പ്ലാറ്റിനം സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിൽ വരുന്നത് അതിശയൻ എന്ന സിനിമയിലൂടെ ദേവ എന്ന് പറഞ്ഞ കുട്ടിയാണ്. നേരത്തെ ലിറ്റിൽ സൂപ്പർമാൻ എന്ന സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, അതിൻ്റെ അകത്തും അഭിനയിച്ച് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ ഇതിനകത്തും സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്ത് ആര് ജയിക്കുമെന്ന് വെച്ചാൽ അഫ്കോഴ്സ് അവനേക്കാളും കുട്ടിയായ ഈ അതിശയൻ കുട്ടിയെ ജയിക്കത്തുള്ളൂ. അതിശയൻ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇൻവിസിബിൾ ആവാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇതൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ല, ഒരു സയൻറ്റിഫിക് ഇതിലൂടെ വരുന്നതാണ്. ഈ പടം വിനയനാണ് സംവിധാനം ചെയ്തത്. ഒരു സയൻറ്റിഫിക് മരുന്ന് കുടിച്ചതിലൂടെ അവന് വലുതാകാൻ പറ്റുന്നുണ്ട് ഹൾക്കിനെ പോലെ. അതേപോലെ തന്നെ ഒരു മരുന്ന് കുടിച്ചപ്പോഴത്തേക്ക് ഇൻവിസിബിൾ ആവാനും പറ്റുന്നുണ്ട്. ഇത്തരത്തിൽ പവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു പ്ലാറ്റിനം സ്റ്റേജ് കൊടുക്കാൻ പറ്റും നമുക്ക്. അടുത്തതാണ് ഡയമണ്ട് സ്റ്റേജ്. അതിലൂടെ വരുന്ന ആരെന്ന് ചോദിച്ചാൽ പുലിമുരുകൻ എന്ന സിനിമയിലൂടെ മുരുകൻ, അതായത് നമ്മുടെ സ്വന്തം ഫസ്റ്റ് 100 കോടി പടമായ മോഹൻലാലിൻ്റെ പുലിമുരുകൻ. ആ ഒരു സിനിമയ്ക്കകത്തെന്ന് പറയുമ്പോൾ ആ ഒരു സിനിമ സൂപ്പർ ഹീറോ പടമാണ്. നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഫസ്റ്റ് തന്നെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ ഒരാളെ രക്ഷിക്കാൻ കാണിക്കുന്ന ഒരു നല്ല മനസ്സാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് കൂടുതലായിട്ടുള്ളത്, അല്ലാതെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒന്നുമില്ല. എന്നാൽ പോലും ഫാസ്റ്റായിട്ട് ഓടാൻ പറ്റുന്ന എബിലിറ്റി, സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഇല്ലെങ്കിലും നല്ല നല്ല എബിലിറ്റീസ്, പുള്ളിക്കാരൻ്റെ ആയുധങ്ങൾ, പുള്ളിക്കാരൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും ഈ ഒരു ഡയമണ്ട് സ്റ്റേജ് പുള്ളിക്കാരന് കൊടുക്കാൻ പറ്റും. ടോപ്പ് 3 ആയി ഗൈസ്. അടുത്തതാണ് കോസ്മിക് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിനകത്ത് വരുന്നത് വൺ ആൻഡ് ഓൺലി കേരളത്തിലെ ഫസ്റ്റ് സൂപ്പർ ഹീറോ എന്ന് വിശേഷിക്കപ്പെടുന്ന മിന്നൽ മുരളി. മിന്നൽ മുരളി മൂന്നാമത്. അപ്പോൾ ആദ്യത്തെ 2 പേര് ആരാ? പറഞ്ഞു തരാം ഗൈസ്. അതായത് മിന്നൽ മുരളി എന്ന് പറയുന്നത് പുള്ളിക്കാരന് സ്പീഡിൽ ഓടാനുള്ള കഴിവുണ്ട്, മിന്നൽ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവുണ്ട്, സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഉണ്ട്, അതിൽ പുറമെ ഫിസിക്കലായിട്ട് നല്ല സ്ട്രെങ്ത്തും ഉണ്ട്. ഞാൻ ഈ ഒരു സ്റ്റേജ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ വഴി അറിയാം. ടോപ്പ് 2 എന്ന ഇത് എത്തുമ്പോഴത്തേക്കും അറിയാം. എൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മിന്നൽ മുരളി എന്ന ടൊവിനോനേക്കാൾ കൂടുതൽ പവർ ഉള്ളത് ഷിബുവിനാണെന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു സൂപ്പർ വില്ലൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത്. വില്ലന്മാരെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരുമ്പോൾ ടോപ്പ് 3, അതായത് നമ്മുടെ കോസ്മിക് സ്റ്റേജ് മിന്നൽ മുരളിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് രണ്ടാമത്തേതാണ് സെലസ്റ്റിയൽ സ്റ്റേജ്. അതിലാരാ വരുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ, ഇന്ത്യൻ സിനിമയുടെ ആദ്യത്തെ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇൻവിസിബിൾ, ടെലിപ്പോർട്ട്, ഇങ്ങനത്തെ തുടങ്ങിയ പലതരം സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസും വരെ നമ്മുടെ ഈ ഒരു കുട്ടിച്ചാത്തനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ, അതും അവനൊരു കൊച്ചു കുട്ടിയാണ്. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് മനോഹരമാക്കിയ സിനിമകളിൽ ഈ ഒരു സിനിമ എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇക്കാലത്തെ കുട്ടികൾക്കായാലും ഏത് ജനറേഷനായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, അതായത് ഒരു ചരിത്രം കുറിച്ച സിനിമയാണ്, ഒരു ഇവൻ്റാണ് ഈ ഒരു പടം. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും സൂപ്പർ ഹീറോ ഇതിൽ വരുവാണെങ്കിൽ ഇവനാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കേണ്ടത്, അതായത് സെലസ്റ്റിയൽ സ്റ്റേജ്. ഇനിയാണ് നിങ്ങളൊക്കെ ഞെട്ടിത്തരിക്കാൻ പോകുന്നത്, അതായത് ടോപ്പ് 1, അതായത് ഇൻഫിനിറ്റി സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ വരുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയിലൂടെ ചന്ദ്ര എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല, ചന്ദ്രയ്ക്ക് പവർ കിട്ടിയ ഒരു വവ്വാലിൻ്റെ കടി കൊണ്ടിട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോഴത്തേക്കും അതിലും കൂടുതൽ ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കിടപ്പുണ്ടായിരിക്കും യൂട്യൂബിൽ, സോ നിങ്ങൾക്ക് കണ്ടു നോക്കാം. എന്തായാലും ചന്ദ്ര എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം ഇമ്മോർട്ടലാണ്, പുള്ളിക്കാരിക്ക് ചാകാൻ പറ്റത്തില്ല. അപ്പം തന്നെ നമുക്ക് ടോപ്പ് 1 ഉറപ്പിക്കാം കേസ്. ഓക്കെ, അപ്പോഴത്തേക്കും പിന്നെ ബാക്കി കുറേ പവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പ് 1 കൊടുത്തത്. ഈ ഒരു സിനിമയുടെ തന്നെ ക്യാമിയോ ആയ മൈക്കിളിൻ്റെയും ചാർലിയുടെയും പവേഴ്സ് ഒത്തിരി വിസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാഞ്ഞത്. സോ ഇത്രയൊക്കെയുള്ളൂ ഇന്ന് എനിക്ക് പറയാൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.
നമുക്ക് നോക്കാം.